ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. പരിശുദ്ധ ദൈവമാതാവിന്റെ ശുനോയോ പെരുന്നാളും സ്വാതന്ത്ര്യ ദിനവും ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് തന്നെ കൊണ്ടാടി എന്ന് വിശ്വസിക്കുന്നു. അല്പസമയം നമുക്ക് ഈ വർഷത്തെ കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന വീണ്ടെടുക്കുന്ന ക്രിസ്തു, രൂത്ത്, എസ്തേർ പുസ്തകങ്ങളിലൂടെ The Redeeming Christ through the books of Ruth and Esther, ഈ പുസ്തകത്തിന്റെ 1-ാം അധ്യായം നമുക്ക് അല്പസമയം നമുക്കൊന്ന് ധ്യാനിക്കാം. ത്രൂ ദ ബുക്ക് ഓഫ് റൂത്ത്, റൂത്തിന്റെ പുസ്തകത്തിലൂടെ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇംഗ്ലണ്ടിലെ മഹാകവിയായിരുന്ന ടെന്നീസൺ റൂത്തിന്റെ പുസ്തകത്തെ പറ്റി വർണ്ണിച്ചത് ഇപ്രകാരമാണ്: കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇനിയൊന്നുമില്ലാത്ത കവിതയാണ് റൂത്തിന്റെ പുസ്തകം. എന്താണ്? റൂത്ത് ഇസ് എ പോം ദാറ്റ് ലീവ്സ് നോ റൂം ഫോർ ഫർദർ ഇംപ്രൂവ്മെന്റ് ഫോർ എനി പോയറ്റ്. അതായത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോർട്ട് സ്റ്റോറി എവർ റിട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? പഴയ നിയമത്തിൽ അതിമനോഹരവും അർത്ഥഗംഭീരവുമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് റൂത്തിന്റെ പുസ്തകം. അപ്പൊ ഈ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞു 4 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന രീതി, അവതരണത്തെ പറ്റിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വിശേഷതകളാണ് ഇവിടെ തിരുമേനി പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. എന്തൊക്കെയാണ്? 1, സുന്ദരമായ ഭാഷാരീതി, മൃദുലങ്ങളായ ചിന്തകൾ, ഉത്കൃഷ്ടമായ വികാരങ്ങൾ, ആഴമായ മതവിശ്വാസം, ആകർഷകമായ അവതരണ രീതി, എലഗന്റ് പ്രോസ്, അതായത് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് സ്റ്റൈൽ, subtle thoughts, noble emotions, deep religious faith, and all this is portrayed in an appealing way. അപ്പൊ റൂത്തിന്റെ പുസ്തകത്തിന്റെ ഒരു വർണ്ണന, അല്ലെങ്കിൽ എന്താണ് ഈ പുസ്തകത്തിന്റെ ചിത്രീകരണത്തെ പറ്റി എടുത്തു പറഞ്ഞിരിക്കുന്നത്? റൂത്തിന്റെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ സുന്ദരമായ ഭാഷാരീതി, മൃദുലങ്ങളായ ചിന്തകളും, ഉത്കൃഷ്ടമായിട്ടുള്ള വികാരങ്ങളും, ആഴമായ മതവിശ്വാസവും, ഇതെല്ലാം വളരെ ആകർഷകമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് റൂത്തിന്റെ പുസ്തകം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ റൂത്തിന്റെ പുസ്തകത്തിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അല്ലെ? അപ്പം അല്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും റൂത്തിന്റെ പുസ്തകത്തിന്റെ ചില ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും അതുപോലെ തന്നെ 1-ാം അധ്യായവും കൂടെ ആയിരിക്കും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ ഉള്ളടക്കം നോക്കിക്കഴിഞ്ഞാൽ, 1, ഓഥർ ആൻഡ് ടൈം ഓഫ് റൈറ്റിംഗ്. ആരാണ് പുസ്തകത്തിന്റെ രചയിതാവ്? ഏത് കാലഘട്ടത്തിലാണ് എഴുതിയിരിക്കുന്നത്? റൂത്ത് ആൻഡ് ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ്. റൂത്തും ക്രിസ്തുവിന്റെ വംശാവലിയും തമ്മിലുള്ള ബന്ധമാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോറി ഓഫ് റൂത്ത് ഇസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് സാൽവേഷൻ. ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ മുൻകുറിയായിട്ട് ഈ പുസ്തകത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിനെപ്പറ്റി നമ്മളൊന്ന് സംസാരിക്കും. അതോടൊപ്പം ജൂസ് ആൻഡ് മോവാബൈറ്റ്സ്, യഹൂദരും മോവാബ്യരും തമ്മിലുള്ള ബന്ധം എന്ത്, അവർ തമ്മിലുള്ള പ്രശ്നം എന്ത് എന്നുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ റൂത്തിന്റെ 1-ാം അധ്യായം. ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഒന്നാമതായിട്ട് ദി ഓഥർ ആൻഡ് ടൈം ഓഫ് റൈറ്റിംഗ്. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് എന്നുള്ളതിനെ പറ്റി വലിയ സൂചനകൾ ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും ഈ ഒരു പുസ്തകം കഴിഞ്ഞു വരുന്ന 2 പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ശമൂവേലിന്റെ പുസ്തകങ്ങൾ, അല്ലെ? ഈ പുസ്തകത്തിന്റെ അതേ ശൈലിയാണ് നമുക്ക് ഈ ശമൂവേലിന്റെ പുസ്തകങ്ങൾക്കും റൂത്തിന്റെ പുസ്തകത്തിനും ഒരേ ശൈലി തന്നെ കാണാൻ സാധിക്കും. റൈറ്റിംഗ് സ്റ്റൈല് സിമിലർ ആയതുകൊണ്ട് തന്നെ ഇത് ശമൂവേൽ പ്രവാചകൻ എഴുതിയ പുസ്തകമാണ് എന്നുള്ളതാണ് യഹൂദ റാബിമാരുടെ പാരമ്പര്യം പറയുന്നത്. According to the Jewish rabbis, it is considered to be written by Prophet Samuel since it has a similar writing style as the books of Samuel. എന്നാൽ ഇത് ശമൂവേലിന്റെ കാലത്തിന് ശേഷം എഴുതപ്പെട്ടതാണ് എന്ന് വാദിക്കുന്നവരും ഉണ്ട്. എന്നാലും നമുക്ക് മനസ്സിലാക്കാം, യഹൂദ റാബിമാരുടെ പാരമ്പര്യ പ്രകാരം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ശമൂവേൽ പ്രവാചകനാണ് എന്നുള്ളതാണ് വിശ്വാസം. ഇനി ടൈം ഓഫ് റൈറ്റിംഗ്. ഏത് കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്? നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ഇസ്രായേലിൽ
ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലഘട്ടത്തിൽ സംഭവിച്ച 11 വർഷത്തെ സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഏകദേശം 1300 BC കാലഘട്ടത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ. എന്നാലും ഇതിനെ പറ്റിയും പല വാദങ്ങൾ നമുക്ക് ഇൻ ഡീറ്റെയിൽ നമ്മൾ പോകുമ്പോൾ പല വാദങ്ങളും നമുക്ക് അതിനെപ്പറ്റി കാണാൻ സാധിക്കും. കാരണം ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിനെ ദാവീദുമായിട്ട് ബന്ധിപ്പിക്കുക, അതിലൂടെ ക്രിസ്തുവിലേക്ക് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അല്ലെ. അപ്പൊ രൂത്തിന്റെ കാലഘട്ടത്തിൽ നിന്നും ദാവീദിന്റെ കാലഘട്ടത്തിലേക്ക് ഇതൊന്ന് ബന്ധിപ്പിക്കണമെങ്കിൽ ഈ ഉള്ളടക്കത്തിലെ സംഭവങ്ങൾക്ക് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞാണ്, അധിക കാലം കഴിഞ്ഞാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കും. കാരണം ദാവീദിന്റെ വംശത്തിൽ അല്ലെങ്കിൽ ദാവീദിന്റെ ഒരു ആൻസിസ്ട്രി വരെയൊക്കെ നമുക്കിത് എത്തിക്കണമെങ്കിൽ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് എക്സീലിക് പീരീഡ്, ആഫ്റ്റർ എക്സൈൽ അല്ലെങ്കിൽ പ്രവാസ കാലത്തിന് ശേഷം BC 5-4 നൂറ്റാണ്ടുകൾ കാലഘട്ടത്തിലായിരിക്കാം ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ട്. സിൻസ് ദി ഇന്റൻഷൻ വാസ് ടു കണക്ട് റൂത്ത് ടു ഡേവിഡ്, ദിസ് വുഡ് ഹാവ് റിട്ടൺ ഇൻ ദ 5th or 4th century BC എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. എന്നിരുന്നാലും പാരമ്പര്യം അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഏകദേശം 1300 BC നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ള ചിന്തയ്ക്കാണ് മുൻതൂക്കം. According to traditions, the events are considered to have occurred around 1300 BC during the reign of judges. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന കാലഘട്ടത്തിലെ സംഭവങ്ങളാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് 1300 BC-യിലായിരിക്കും ഇത് എഴുതപ്പെട്ടത് എന്നുള്ള ഒരു ചിന്തയ്ക്കാണ് മുൻതൂക്കം. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കായി. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? പാരമ്പര്യം അനുസരിച്ച് ശമൂവേൽ പ്രവാചകൻ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഏത് കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതിന് 2 ചിന്തകളുണ്ട്. എന്നിരുന്നാലും ആദ്യം നമ്മൾ പറഞ്ഞു ദാവീദുമായിട്ട് ബന്ധപ്പെടുത്തിയത് കൊണ്ട് ഒരുപക്ഷെ പ്രവാസകാലത്തിന് ശേഷം BC 4th or 5th സെഞ്ചുറി BC ആകാം എഴുതപ്പെട്ടത്. എന്നിരുന്നാലും ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലാണ് എഴുതിയിരിക്കുന്നത്. 1300 BC ആണ് എന്നുള്ള ചിന്തയ്ക്കാണ് കൂടുതൽ മുൻതൂക്കം. മനസ്സിലായല്ലോ? നമുക്കിനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. രണ്ടാമതായിട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റൂത്ത് ഇൻ ദ ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ വംശാവലിയും റൂത്തും തമ്മിലുള്ള ഒരു ബന്ധം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. എന്താണ്? ദ മെയിൻ ഇന്റൻഷൻ ഓഫ് ദി ഓഥർ ഈസ് ടു ബ്രിങ് റൂത്ത് ഇൻ ദി ആൻസെസ്ട്രി ഓഫ് ഡേവിഡ് ആൻഡ് സോ ഇൻ ദ ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ്. റൂത്തിനെ ദാവീദിന്റെ വംശപരമ്പരയിലേക്കും അതുവഴി ക്രിസ്തുവിന്റെ വംശാവലിയിലേക്കും ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അല്ലെ. അപ്പം രൂത്തിന്റെ പുസ്തകം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയാണ് രൂത്തിനെ കാണാൻ സാധിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം, സെയിന്റ് മാത്യു ചാപ്റ്റർ 1:5. അവിടെ വംശാവലിയിൽ, ക്രിസ്തുവിന്റെ വംശാവലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രൂത്ത് ഇസ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഓഫ് ഡേവിഡ്. രൂത്ത് ദാവീദിന്റെ വലിയമ്മയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വംശാവലിയുടെ ഭാഗമായി തീരുക എന്നുള്ളതാണ് ഈ രൂത്തിന്റെ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ രൂത്തിന്റെ ഏറ്റവും വലിയൊരു നിയോഗമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെ. അപ്പം ഇവിടെ നിന്ന് ഈ പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? വലിയ ഒരു സത്യത്തിലേക്ക് വഴി നടത്തേണ്ടുന്നതിന് വേണ്ടി തികച്ചും മാനുഷികവും സ്വാഭാവികവുമായിട്ടുള്ള മനോചിന്തകളോട് കൂടിയുള്ള കുടുംബ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് എപ്രകാരം കൂട്ടിയിണക്കുന്നു എന്നുള്ളത് രൂത്തിന്റെ പുസ്തകം വിശദീകരിച്ച് പറയുന്നു. അതായത് ഇവിടെ രൂത്തിന്റെ സംഭവങ്ങളും അല്ലെങ്കിൽ ആ സമയത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ നടക്കുന്നതായിട്ടുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും അങ്ങനെയുള്ള ചെറിയ 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 സംഭവങ്ങൾ, സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നതായിട്ടുള്ള കുറെ സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കൂട്ടിയിണക്കി ഇതിനെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലേ, എന്തിനാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ടാണോ എനിക്ക് ഇങ്ങനെ ഒരു വലിയൊരു ദുഃഖം എന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്നൊക്കെ പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമായിരിക്കും അല്ലെ. അപ്പോൾ ഒരുപക്ഷെ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം, വലിയൊരു നിയോഗത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം രൂത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ ഉള്ള ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശയാണ് നമുക്ക് ഈ ഒരു ഭാഗം നൽകുന്നത്. അപ്പം രൂത്തും ക്രിസ്തുവിന്റെ വംശാവലിയും തമ്മിലുള്ള ബന്ധം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് ഈ ഒരു രൂത്തിന്റെ പുസ്തകം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഓഥർ ആൻഡ് ടൈം ഓഫ് റൈറ്റിംഗ് ദ ബുക്ക്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് റൂത്ത് ഇൻ ദ ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ്, അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് ഇത്? രൂത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് സാൽവേഷൻ പ്രിപ്പയർഡ് ബൈ ക്രൈസ്റ്റ്. ക്രിസ്തു ഒരുക്കിയ രക്ഷയുടെ മുൻകുറിയാണ് നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിലൂടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, രൂത്തിന്റെ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം അല്ലെങ്കിൽ ഏറ്റവും മേജർ തീം എന്ന് പറയുന്നത് എന്താണ്? റിഡംഷൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്നുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. രൂത്തിന്റെ പുസ്തകത്തിലെ പ്രധാന പ്രത്യേകത എന്നുള്ളത് അത് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. ദ സ്പെഷ്യൽ ഫീച്ചർ അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ദി ബുക്ക് ഓഫ് റൂത്ത് ഇസ് ദാറ്റ് ഇറ്റ് പോയിന്റ്സ് ടു ക്രൈസ്റ്റ് ദ റിഡീമർ. ഇവിടെ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റിഡംഷൻ അല്ലെങ്കിൽ റിഡീമർ എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് ഗോയൽ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഗോയൽ എന്ന് പറയുന്ന വാക്കിന് രണ്ട് അർത്ഥങ്ങൾ പ്രധാനമായിട്ടുണ്ട്. കിൻസ്മാൻ അല്ലെങ്കിൽ ചാർച്ചക്കാരൻ, നമുക്കറിയാവുന്നത് ബന്ധു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ചാർച്ചക്കാരൻ എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അതുപോലെ അവെഞ്ചർ, പ്രതികാരം ചെയ്യുന്നവൻ, അതായത് രക്തത്തിന് തിരികെ ചോദിക്കാൻ തക്കവണ്ണം കഴിവുള്ള അല്ലെങ്കിൽ അവകാശമുള്ള ഒരാൾ, പ്രതികാരം ചെയ്യുന്നവൻ, റിലേറ്റീവ് ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ സീക്കിംഗ് ജസ്റ്റിസ് ഫോർ എ മർഡേർഡ് ഫാമിലി മെമ്പർ. അത്രയും ഒരു അർത്ഥമുള്ള അല്ലെങ്കിൽ അത്രയും ഒരു ബന്ധമുള്ള ഒരാൾ എന്നുള്ള രീതിയിലും ഗോയൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഗോയൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാക്ക് ബോസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലെ. ഇപ്പൊ ബോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇൻ ഹിം ഇസ് സ്ട്രെങ്ത്, ബലം അവനിൽ എന്നുള്ളതാണ് നമുക്ക് ബോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ബോസ് റൂത്തിനെ വീണ്ടെടുക്കുന്നത് പ്രീഫിഗേഴ്സ് ദ റിഡംഷൻ ഓഫ് ക്രൈസ്റ്റ്, സഭയെ ക്രിസ്തു എപ്രകാരം വീണ്ടെടുക്കുന്നു എന്നുള്ളത് ബോവസിലൂടെ റൂത്തിന്റെ വീണ്ടെടുപ്പ് ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ മുൻകുറിയായിട്ട് മാറുകയാണ്. രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നമ്മൾ പറഞ്ഞു ബോവസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബലം അവനിൽ, ഇൻ ഹിം ഇസ് സ്ട്രെങ്ത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ബോവസ് എന്ന മഹാധനികനായ ഒരു പൂർണ്ണ വീണ്ടെടുപ്പുകാരൻ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു എപ്രകാരമുള്ള ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരനാണ് എന്നുള്ളത് രൂത്തിന്റെ പുസ്തകം ബോധ്യപ്പെടുത്തി തരുന്നു. എന്താണ്? ബോസ് ഇസ് ആൻ എക്സ്ട്രീംലി വെൽത്തി ആൻഡ് പെർഫെക്റ്റ് റിഡീമർ. അതുകൊണ്ട് തന്നെ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് റിഡീമർ ആണ് എന്നുള്ള ഒരു പ്രീഫിഗറേഷൻ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് മോവാബ്യർ എന്ന് പറയുന്നത് അവർ ദൈവവിരോധികളാണ്. ദേ ആർ ഏത്തിസ്റ്റ്. അപ്പോൾ വീണ്ടെടുപ്പിന് യാതൊരു അർഹതയുമില്ലാത്ത ഒരു കൂട്ടമാണ് മോവാബ്യ ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മോവാബ്യ സ്ത്രീയായ അല്ലെങ്കിൽ വീണ്ടെടുപ്പിന് യാതൊരു അർഹതയുമില്ലാത്ത ഒരു മോവാബ്യ സ്ത്രീയായ രൂത്തിനെ പൂർണ്ണമായും വീണ്ടെടുത്തുകൊണ്ട് തന്റെ ഭാര്യയാക്കുന്ന ബോവസ് ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുക്കുന്ന ക്രിസ്തുവിന് മുൻകുറിയാകുന്നു എന്നുള്ളതാണ്. Moabites were undeserving for redemption because they were atheists. When Boaz perfectly redeems Ruth and makes her his wife, this foreshadows Christ who redeemed the church from among Gentiles. അപ്പോൾ ബോവസ് റൂത്തിനെ വീണ്ടെടുക്കുന്നത് ക്രിസ്തു സഭയെ വീണ്ടെടുക്കുന്നതിന് മുൻകുറിയാവുന്നു എന്നുള്ളത് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ക്രിസ്തു ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിനെയും നമുക്ക് ബോവസിലൂടെ റൂത്തിലൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒക്കെയാണല്ലോ. ഇതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അത് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. ഇനിയും ഈ പുസ്തകം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒന്ന്, ആരാണ് മോവാബ്യർ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. ആരാണ് മോവാബ്യർ? നമുക്ക് തിരിച്ചു വന്ന് ഉൽപ്പത്തി വരെ ഒന്ന് പോയിട്ട് വരാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ After God destroyed Sodom and Gomorrah, Lot and his 2 daughters fled
to the mountains എന്നവിടെ എഴുതിയിരിക്കുന്നു. എന്താണ്? സോദോം ഗൊമോറയുടെ നാശത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി മാറി. ലോത്തും തന്റെ 2 പെൺമക്കളും കൂടെ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ ചെന്ന് ഒരു ഗുഹയിൽ അവരിങ്ങനെ താമസിക്കുന്ന സമയത്ത് ഈ പെൺമക്കള് വിചാരിക്കുകയാണ് അവർക്ക് സന്തതി പരമ്പര ഉണ്ടാകുവാനും അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇനിയും ഒരു പുരുഷന്മാരും അവരുടെ അടുക്കൽ ചെല്ലുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്ലാൻ അവിടെ ഉണ്ടാക്കുകയാണ്. എന്താണ്? അവർ തന്റെ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചുകൊണ്ട് രാത്രി അവനോടൊപ്പം ഓരോരുത്തരായിട്ട് ശയിക്കുകയാണ്. ലോട്ട്സ് ഡോട്ടേഴ്സ് ഗോട്ട് their father drunk and slept with him. അങ്ങനെ മൂത്ത മകൾ ഗർഭം ധരിച്ചു. പ്രസവിച്ച മകനാണ് മോവാബ്, who became the ancestor of Moabite nation. അങ്ങനെ ലോത്തിന് മൂത്ത മകളിൽ ഉണ്ടായ മകനാണ് മോവാബ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് മോവാബ്യരുടെ പിതാവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മകളിൽ ഉണ്ടായ മകനാണ് ബെൻ അമ്മി എന്ന് പറയുന്നത്. അമോനൈറ്റ്സ്, ഹി ഈസ് ദ ആൻസിസ്റ്റർ ഓഫ് അമോനൈറ്റ്സ്. അമോന്യരുടെ പിതാവായിട്ട് ഈ രണ്ടാമത്തെ മകനും മാറുകയാണ്. അപ്പോൾ ബേസിക്കലി Moabites are distant relatives of Israel, but their relationship was complicated. അബ്രഹാമും ലോത്തിന്റെ മക്കളിലൂടെ ഉണ്ടാവുന്ന 2 തലമുറയാണ് മോവാബൈറ്റ്സ് ആൻഡ് അമോനൈറ്റ്സ് എന്ന് പറയുന്ന 2 ജനവിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഒറിജിൻ നമുക്ക് ജനസിസ് ചാപ്റ്റർ 19 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അതിനുശേഷം പിന്നെ നമ്മൾ മോവാബിയരെ കാണുന്നത് പുറപ്പാട് പുസ്തകം മുതൽ സംഖ്യാപുസ്തകം വരെയുള്ള സമയം. അതായത് ഇസ്രായേൽ മക്കള് അടിമത്തത്തിൽ നിന്ന് അവര് ഓടുകയാണ്, മരുഭൂ യാത്രയിൽ ഇങ്ങനെ പുറപ്പെട്ടു പോവുകയാണ്. ആ സമയത്ത് അവർ മോവാബ് സമഭൂമിയിൽ പാളയം ഇറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 22-ാം അധ്യായമാണ് സംഖ്യാപുസ്തകം, 22-ാം അധ്യായമാണ്. ആ സമയത്ത് ഉള്ള 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്കറിയാം. ആരാണ്? ബാലാക്കും ബിലയാമും. അല്ലെ, ആരായിരുന്നു ബാലാക്ക്? മോവാബ്യ രാജാവായിരുന്നു ബാലാക്ക്. അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ്യ സമഭൂമിയിൽ വന്ന് പാളയം ഇറങ്ങുന്ന സമയത്ത് മോവാബ്യ രാജാവായ ബാലാക്ക് ബിലയാം എന്ന് പറയുന്ന പേരുള്ള ഒരു പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഇവരെ ശപിക്കുവാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ സമയത്ത് എന്ത് ചെയ്തു? ഈ മോവാബിയരായിട്ടുള്ള സ്ത്രീകള് ഇസ്രായേൽ പുരുഷന്മാരെ വിഗ്രഹാരാധനയിലേക്ക് വശീകരിക്കുകയും അതേ തുടർന്ന് യഹോവയുടെ ന്യായവിധി അവരുടെ മേൽ ഉണ്ടാവുകയും അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നമുക്ക് അങ്ങനെ വളരെ മോശപ്പെട്ടവരായിട്ട് കാണുന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ സാധിക്കുന്നത്. പിന്നെയും അതിനുശേഷം നമുക്ക് മോവാബിയരെ കാണാൻ സാധിക്കും. എവിടെയാണ്? ന്യായാധിപന്മാരുടെ പുസ്തകം നോക്കുകയാണെങ്കിൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ജഡ്ജസ് മോവാബ് oppressed Israel for 18 years until the judge Ehud delivered them. അതായത് കനാൻ ദേശത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് യഹൂദ് എന്ന ന്യായാധിപൻ അവരെ വിടുവിക്കും വരെ ഏകദേശം 18 വർഷക്കാലത്തോളം മോവാബിയര് ഇസ്രായേലിനെ പീഡിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ രൂത്തിന്റെ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് there was a deep distrust between മോവാബ് ആൻഡ് ഇസ്രായേൽ. മോവാബും ഇസ്രായേലിനോട് ഒരു വലിയ ഒരു അവിശ്വസ്തത അല്ലെങ്കിൽ ശത്രുത നമുക്ക് കാണാൻ സാധിക്കും. മോവാബിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ശത്രുക്കളായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മോവാബിയരോട് ഒരു തരത്തിലും ഒരു ഇടപാടും പാടില്ല എന്നുള്ള ഒരു നിയമം ഇസ്രായേലിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും, ക്ഷാമമായിരുന്നാലും ദുരിതമായിരുന്നാലും അവരെല്ലാം അവരുടെ ദേശത്ത് തന്നെ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുക എന്നുള്ളതല്ലാതെ മോവാബ് ദേശത്തിലേക്ക് പോകുവാനുള്ള ഒരു അനുവാദവും ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് ഫ്രം ദ ഒറിജിൻ, തുടക്കം മുതൽ ഇസ്രായേലും മോവാബും തമ്മിലുള്ള ഉരസലുകൾക്കുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കുള്ള ശത്രുതയ്ക്കുള്ളതായിട്ടുള്ള കുറെ സംഭവങ്ങൾ. ഈ ഒരു ചരിത്രം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്താണ് ഇതുവരെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് റൂത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. വളരെ സിമ്പിൾ, എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. 4 ഭാഗമായിട്ട് നമ്മൾ അതിനെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ട്രാജഡി ഇൻ മോവാബ്, മോവാബിലെ ദുരന്തം. അതിനുശേഷം 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നവമീസ് ഡിസിഷൻ ടു റിട്ടേൺ, നവമിയുടെ തിരിച്ചു വരുവാനുള്ള തീരുമാനം. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ
റൂത്ത്സ് റോയൽ കമ്മിറ്റ്മെന്റ്, റൂത്തിന്റെ വിശ്വസ്തത, പ്രതിബദ്ധത നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ തിരിച്ചുവരവ്, അവസാനത്തെ ഭാഗം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ തിരിച്ചുവരവ്, ബേത്ലഹേമിലേക്കുള്ള അവരുടെ അറൈവൽ, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഓരോ ഭാഗവും വളരെ സിമ്പിളായിട്ട്, ഒത്തിരി ഒന്നും ഇല്ല ആ ഭാഗത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാജഡി ഇൻ മൊവാബ്, അല്ലെങ്കിൽ മൊവാബിൽ ഉണ്ടായ ദുരന്തം എന്ന് പറയാം. ഇസ്രായേലിൽ ക്ഷാമമുണ്ടായ കാലത്ത് ഇസ്രായേലിയരായ എലീമലേക്കും നവോമിയും തന്റെ 2 മക്കളായ മഹ്ലോനും കില്യോനും കൂടി അവർ താമസിച്ചിരുന്നതായ ബേത്ലഹേമിൽ നിന്നും മോവാബിലേക്ക് പോയി താമസിച്ചു. നമ്മൾ ചെറുതായിട്ട് ഈ കഥയൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലെ. When there was a famine in the land of Israel, Elimelech, his wife Naomi, and 2 sons, Mahlon and Kilion, moved from Bethlehem to Moab. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോവാബും ഇസ്രായേലും തമ്മിലുള്ള ബന്ധമാണ്. അവർക്ക് എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതല്ലാതെ മോവാബിലേക്ക് അങ്ങനെ പോകാനൊന്നും അനുവാദമുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയാണ് എലീമലേക്ക്, ഗോഡ് ഇസ് മൈ കിങ്, ദൈവം എന്റെ രാജാവാകുന്നു എന്നുള്ള അർത്ഥമുള്ള പേരാണ് എലീമലേക്കിന്റെ. അദ്ദേഹം ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മോവാബിലേക്ക് പോയതിനാൽ തന്റെ അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാതെ അദ്ദേഹം അവിടെ തന്നെ മരണപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? As Elimelech broke his covenant with God and traveled to Moab, he died there without being able to see his coming generations. അപ്പോൾ ആദ്യത്തെ വാക്ക് എലീമലേക്ക്, ഗോഡ് ഇസ് മൈ കിങ്, ദൈവം എന്റെ രാജാവാകുന്നു എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ എലീമലേക്കിന്റെ മരണശേഷം മഹ്ലോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്ഷീണിതൻ, വീക്ക്നെസ്, ടയേർഡ്, വിയറി എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. അതുപോലെ കില്യോൻ, ക്ഷയിച്ചു പോകുന്നവൻ, വീക്കനിങ് എന്നുള്ള അർത്ഥമാണ്. ഇവര് രണ്ടുപേരും മോവാബിയ സ്ത്രീകളായിട്ടുള്ള രൂത്ത്, സഖിയായവൾ, അല്ലെങ്കിൽ ദ വൺ ഹു ബിക്കെയിം എ ഫ്രണ്ട് എന്നുള്ള അർത്ഥമാണ്. ഓർപ്പ, കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ, ദ വൺ ഹു ടേൺ ഹെർ നെക്ക് അവേ. ഇങ്ങനെയുള്ള 2 സ്ത്രീകളെ, മഹ്ലോനും കില്യോനും രൂത്തിനെയും ഓർപ്പായെയും വിവാഹം കഴിച്ചു. അങ്ങനെ ഏകദേശം 10 വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിച്ച ശേഷം എന്ത് സംഭവിച്ചു? മഹ്ലോനും കില്യോനും മരണപ്പെട്ടു പോയി. ഇത്രയും സംഭവങ്ങളാണ്, വളരെ ദുരിതത്തിന്റെയും സംഭവങ്ങളാണ് നമുക്ക് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യം ക്ഷാമം, അതിനുശേഷം ഒരു മൈഗ്രേഷൻ, ഒരു വലിയ യാത്ര, അതിനുശേഷം ഭർത്താവ് മരണപ്പെട്ടു, 2 മക്കളും മരണപ്പെട്ടു. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു 5 പേരുകളും അതിന്റെ അർത്ഥങ്ങളും ഉണ്ട്. അത് ചോദിക്കാം, എവിടെയെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് ഓർത്തിരിക്കണം. എലീമലേക്ക്, ദൈവം എന്റെ രാജാവാകുന്നു, ഗോഡ് ഇസ് മൈ കിങ്. മഹ്ലോൻ, ക്ഷീണിതൻ, വീക്ക്നെസ് അല്ലെങ്കിൽ ടയേർഡ്, വിയറി എന്നുള്ളത്. കിലിയോൻ, ക്ഷയിച്ചു പോകുന്നവൻ, വീക്കനിങ് എന്നുള്ളതാണ്. ഓർപ്പ, കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ, വൺ ഹു ടേൺ ഹെർ നെക്ക് അവേ. റൂത്ത്, വൺ ഹു ബിക്കെയിം എ ഫ്രണ്ട്, സഖിയായവൾ. അപ്പം ഈ വാക്കുകൾ ഒന്ന് ഓർത്തിരിക്കണം. ഇനി അവന്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നവമീസ് ഡിസിഷൻ ടു റിട്ടേൺ, തിരിച്ചു പോകുവാനുള്ള ഒരു തീരുമാനം നവമി എടുക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ വലിയ പ്രയാസത്തിലിരിക്കുന്ന നവമി ഇസ്രായേലിൽ യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്തുവെന്നറിഞ്ഞ് തിരിച്ച് ഇസ്രായേലിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. Because from the country of Moab, she had heard that the Lord was watching over his people by giving them bread. ഇങ്ങനെ ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിച്ചു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഈ അന്യദേശത്ത് ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ല, തിരിച്ച് സ്വന്തം ദേശത്തിലേക്ക് പോകാം എന്നിങ്ങനെ നവമി തീരുമാനമെടുക്കുകയാണ്. മരുമക്കളെ 2 പേരെയും വിളിച്ച് അവർ താങ്കളുടെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങി പോവുക എന്ന് അവരെ ഉപദേശിക്കുന്നുണ്ട്. ഒരുപാട് കോൺവെർസേഷൻസ് ആണ് നമുക്ക് ഈ 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഓർപ്പ തന്റെ അമ്മായിയമ്മയെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിരിയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓർപ്പ കിസ്ഡ് ഹെർ മദർ ഇൻ ലോ ആൻഡ് റിട്ടേൺഡ് ടു ഹെർ പീപ്പിൾ. ഈ ഒരു സമയത്ത് ബന്ധപ്പെട്ട കുറെ കോൺവെർസേഷൻസ് ആണ് ഈ 2ാമത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി 3ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ റൂത്ത്സ് റോയൽ കമ്മിറ്റ്മെന്റ്, രൂത്തിന്റെ വിശ്വസ്തത. നമ്മൾ രൂത്തിന്റെ പുസ്തകം മുഴുവൻ പഠിക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓർപ്പ അമ്മായിയമ്മയെ വിട്ടു പോകുമ്പോൾ അമ്മായിയമ്മ ഇവിടെ എത്ര നിർബന്ധിച്ചിട്ടും തിരിച്ചു പോകാൻ കൂട്ടാക്കാതെ അമ്മായിയമ്മയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന രൂത്തിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ അമ്മായിയമ്മയുടെ എല്ലാ
പറയുന്ന എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് രൂത്ത് പറയുന്ന ഉത്തരം വളരെയധികം പ്രസക്തമാണ്. എന്താണ്? നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലെ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ. രൂത്ത് 1-ാം അധ്യായം 16-17 വാക്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേഴ്സസ് ആണ് ഇത്. Do not urge me to leave you and to return from following you, for wherever you go I will go, and where you stay I will stay. Your people will be my people, and your God my God. Where you die I will die, and there I'll be buried. May God do so to me and more also, if anything but death parts you and me. ഈ ഒരു ഡയലോഗിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്? ഒന്ന്, മതഭക്തിയും മനുഷ്യ സ്നേഹവും ഒരുപോലെ നമുക്ക് ഈ ഒരു ഡയലോഗിൽ നമുക്ക് കാണാൻ സാധിക്കും. ബോത്ത് റിലീജിയസ് ഫേവർ ആൻഡ് ഹ്യൂമൻ ലവ് ആർ എക്സിബിറ്റഡ് ഈക്വലി. അതുപോലെ തന്നെ ഇറ്റ് ഷോസ് ദി അൺഷേക്കബിൾ ലവ് Ruth had towards her mother-in-law and her God. മരണമല്ലാതെ മറ്റൊന്നും അവരെ വേർപിരിക്കില്ല എന്നുള്ള ഒരു നിശ്ചയം, ഒരു ഉറപ്പ് രൂത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അവൾ അവിടെ നവമിയോടുള്ള ദൈവത്തോടുമുള്ള രൂത്തിന്റെ സ്നേഹം എപ്രകാരം അഭേദ്യമായ സ്നേഹം നമുക്ക് അവിടെ പ്രകടമായിട്ട് കാണാൻ സാധിക്കും. ഇറ്റ് ഷോസ് ദി അൺഷേക്കബിൾ ലവ് Ruth had towards her mother-in-law and her God. അതുപോലെ തന്നെ the steadfastness of love shared between mother-in-law and daughter-in-law is evident. അമ്മായിയമ്മ മരുമകൾ സ്നേഹത്തിന്റെ ദൃഢതയും നമുക്കിവിടെ വെളിപ്പെട്ട് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്നും ആവശ്യപ്പെടാത്ത രൂത്തും ഒരു വാഗ്ദത്തവും നൽകാത്ത അല്ലെങ്കിൽ നൽകാൻ സാധിക്കാത്ത നവമിയും തമ്മിലുള്ള സ്നേഹം നിർവചനങ്ങൾക്ക് അതീതമാണ് എന്ന് നമുക്ക് ഇവിടെ ഉറപ്പിച്ചു പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കും. The love between Ruth who does not demand anything and Naomi who offers nothing or who doesn't have anything to offer is beyond definition. അപ്പോൾ അന്യദേശത്ത് ഈ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഈ ഒരു വേഴ്സ് രൂത്ത് പറയുന്നതായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രൂത്തിന്റെ വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ഒരു ചൂണ്ടുപലകയായിട്ട് അത് മാറി, അല്ലെങ്കിൽ ഏറ്റവും നിർണായക ഒരു സ്ഥാനമായിട്ട് അത് മാറി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അന്യദേശത്ത് കബറടക്കപ്പെട്ടാൽ സ്വന്തം ദേശത്തെ പൂർവികരുമായിട്ട് ചേരാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് അവിടെ ജീവിക്കുന്നത്. Those who were buried in a foreign land would not be able to join their ancestors by death എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രൂത്ത് തന്റെ അമ്മയെയും തന്റെ കുടുംബത്തെയും തന്റെ ജനത്തെയും സ്വന്തം ദേശത്തെയും വിട്ട് നവമിയോടൊപ്പം പോകുവാൻ വേണ്ടി, നവമിയുടെ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയിട്ട് സാഹസികമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന രൂത്തിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ സർവവും ത്യജിച്ചുള്ള ആ ഒരു ഇറങ്ങിത്തിരിക്കൽ വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള ഒരു മൂലക്കല്ലായിട്ട് മാറുകയാണ് എന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഭാഗമാണ് പറഞ്ഞത്. റൂത്ത്സ് ലോയൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ റൂത്തിന്റെ വിശ്വസ്തത വെളിപ്പെട്ട് കണ്ട ഒരു ഭാഗമാണ് 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾക്ക് വരുമ്പോൾ അവരുടെ തിരിച്ചുള്ള അറൈവൽ ഇൻ ബേത്ലഹേം, കൊയ്ത്ത് കാലത്ത് അവർ ബേത്ലഹേമിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. തിരിച്ച് ബേത്ലഹേമിലേക്ക് എത്തുന്ന നവമിയെ കണ്ട് ജനമൊക്കെ ഇളകുന്നു. ആളുകൾ അത്ഭുതപ്പെടുകയും പലർക്കും അനുകമ്പ തോന്നുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ നവമി എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്ലസന്റ് അല്ലെങ്കിൽ ജോയ്, സന്തോഷം, സുഖകരം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അവരോടെന്നാൽ നവമി പറയുകയാണ്, എന്റെ പ്രയാസം അല്ലെങ്കിൽ ദൈവം എനിക്ക് സംഭവിച്ചത് കൊണ്ട്, ഇത്രമാത്രമൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിപ്പിച്ചത് കൊണ്ട് മാറ, ബിറ്റർ അല്ലെങ്കിൽ കയ്പ് എന്നുള്ള അർത്ഥത്തിൽ മാറ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിറഞ്ഞവളായി മോവാബിലേക്ക് പോയി, ഒടിഞ്ഞവളായി തിരിച്ചു വരുന്ന നവമിയും. പക്ഷേ എല്ലാ നഷ്ടത്തിലും മരുമകൾ രൂത്തുമായിട്ട് ബേത്ലഹേമിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ദുഃഖത്തിന്റെ അനുഭവത്തിലും ദുഃഖത്തിന്റെ പ്രയാസത്തിലും വീണ്ടെടുപ്പിന്റെ ഒരു പ്രത്യാശ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. They still had a hope for redemption. അതായത് കൊയ്ത്തിന്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിൽ എത്തി എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഒരു പ്രതീക്ഷയാണ്. കാരണം നമുക്കറിയാം ഇസ്രായേലിലും ഒരു വലിയ ക്ഷാമകാലം, ഒരു ഫെമൈൻ ഒക്കെ കഴിഞ്ഞിട്ട് കൊയ്ത്തിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? അത്
പിന്നെ പോവർട്ടിയോ അല്ലെങ്കിൽ പ്രയാസത്തിന്റെ കാലഘട്ടമോ അല്ല. കൊയ്ത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഈ കൊയ്ത്തിന്റെ ആരംഭത്തിൽ അവർ തിരിച്ചു വരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ഒരു സമൃദ്ധിയിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു ഹോപ്പ് ആയിരിക്കും നമുക്ക് ആ ഒരു ഭാഗത്ത് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ നോക്കിയപ്പോൾ വലിയ സങ്കടത്തിന്റെയും പ്രയാസത്തിന്റെയും ദുരിതത്തിന്റെയും ഒക്കെ അവസ്ഥ മറ്റൊരു നാട്ടിൽ വെച്ച് സംഭവിക്കുന്നു. തിരിച്ചവർ ദൈവജനത്തിലേക്ക് അവർ തിരിച്ചു വരുമ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് നമുക്ക് അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത്രയുമേ ഉള്ളൂ രൂത്തിന്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇതൊക്കെയാണ്. റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് റൂത്ത് 5 പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിരുന്നു. സുന്ദരമായ ഭാഷാരീതി, മൃദുലങ്ങളായ ചിന്തകൾ, ഉത്കൃഷ്ടമായ വികാരങ്ങൾ, ആഴമേറിയ മതവിശ്വാസം, ആകർഷകമായ അവതരണ രീതി. ഇത്രയുമാണ് പുസ്തകത്തിന്റെ ചിത്രീകരണത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞത്. ഓഥർ എന്ന് പറയുന്നത് ശമൂവേൽ പ്രവാചകനാണ് എന്ന് യഹൂദ റാബിമാരുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. ടൈം ഓഫ് റൈറ്റിംഗ് 2 ചിന്തകളുണ്ട്. പ്രവാസകാലത്തിന് ശേഷം BC 5th or 4th സെഞ്ചുറി ആകാം. അതുപോലെ തന്നെ മുൻതൂക്കമുള്ള ചിന്ത 1300 BC. ന്യായാധിപന്മാർ ഇസ്രായേലിൽ ന്യായപാലനം ചെയ്യുന്ന സമയത്താണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനുശേഷം റൂത്തിന്റെ ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ്, റൂത്തിനെ ക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എപ്രകാരം നമ്മുടെ സാധാരണ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് വെളിപ്പെട്ട് കാണുവാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുപോലെ സ്റ്റോറി ഓഫ് റൂത്ത് ഇസ് ഇൻഡിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് സാൽവേഷൻ, ക്രിസ്തു ഒരുക്കിയ രക്ഷയ്ക്ക് ബോവസ് എപ്രകാരം റൂത്തിനെ വീണ്ടെടുത്തു എന്നുള്ളത് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരന്റെ ഒരു മുൻകുറിയായിട്ട് നമ്മൾ അവിടെ കണ്ടു. 2 രീതിയിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. ഒന്ന്, ക്രിസ്തു ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരനാണ് എന്നുള്ളത് ബോവസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ ഇതിന് വീണ്ടെടുപ്പിന് അർഹതയില്ലാത്ത മോവാബ്യ സ്ത്രീയായ രൂത്തിനെ ബോവസ് സ്വീകരിച്ചതുപോലെ ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിനെയും അത് മുൻനിഴലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ യഹൂദരും മോവാബ്യരും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും ശത്രുതയെ പറ്റിയും ഉള്ള ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം റൂത്തിന്റെ 1ാം അധ്യായവും നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്തൊക്കെയായിരുന്നു? മോവാബിൽ വെച്ചുണ്ടായ ദുരന്തം, അതിനുശേഷം തിരിച്ച് ബേത്ലഹേമിലേക്ക് പോകുവാനുള്ള തീരുമാനം, രൂത്തിന്റെ വിശ്വസ്തത, തിരിച്ച് ബേത്ലഹേമിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ്. ഇത്രയും കാര്യങ്ങളാണ് 1ാം അധ്യായത്തിൽ കണ്ടേ. അവിടെ ഒരുപാട് വേർഡ്സിന്റെ മീനിങ്സ് ഉണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് ചേർത്ത് പഠിക്കുക. അപ്പം ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.